Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ പരാതി നൽകാൻ സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ്. നിലമ്പൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും എഞ്ചിനീയറിംഗ് പിഴവും മണ്ണ് പരിശോധന നടക്കാത്തതുമാണ് ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണം. കുര്യാട് തകർന്ന ദേശീയപാത പുനർനിർമ്മാണത്തിന് കുറഞ്ഞത് 1 വർഷമെടുക്കും. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് പരാതിയില്ല. പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ പഞ്ചവടി പാലം എന്ന് അധിക്ഷേപിച്ചവർ ഇപ്പോൾ എവിടെയാണെന്നും അദ്ദേഹം ചോദിച്ചു. ഹൈവേ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. ഗുരുതരമായ എഞ്ചിനീയറിംഗ് പിഴവുകൾ, മണ്ണ് പരിശോധന നടത്താതെ നിർമ്മിതികൾ ഉണ്ടാക്കിയതിന്റെ പ്രശ്നം, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ വ്യാപകമായി മിക്കവാറും നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ഇപ്പോൾ കൂരിയാട് ഇനി റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കണം, 1 വർഷത്തിലേറെ സമയം മിനിമം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ? പാലാരിവട്ടം പാലം UDF ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി LDF ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് വന്നു, ഒരു എഞ്ചിനീയറിംഗ് അപാകതയുണ്ട് എന്ന്. പാലം തകർന്നൊന്നും വീണില്ല. അതിൻ്റെ പേരിൽ അന്നത്തെ മന്ത്രിക്കെതിരായി വിജിലൻസ് കേസെടുത്ത് ജയിലിലടയ്ക്കാൻ, കോടതിയില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയേനെ, ജയിലിലടയ്ക്കാൻ ശ്രമിച്ച ആളുകൾ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയ ആളുകൾ, അവർക്കിപ്പോൾ ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് പരാതിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മലപ്പുറം ജില്ലയെ അപമാനിച്ചുകൊണ്ട് 1 ഡസനിലേറെ പ്രസ്താവന നടത്തിയ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് നിലമ്പൂരിലെ LDF പ്രചരണ ചുമതലയെന്നും വി ഡി സതീശൻ പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ PR ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ PR ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ ഒരു സംഘപരിവാർ അജണ്ടയുണ്ട്. മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്. ഇവിടെ നിലമ്പൂരിൽ LDFിന്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ്. A. വിജയരാഘവന്റെ ഒരു ഡസനിലേറെയുള്ള പ്രസ്താവനകൾ, മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എന്റെ കയ്യിലുണ്ട്. മതതീവ്രവാദികളുടെ വോട്ട് ലഭിച്ചതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചതെന്നാണ് പറഞ്ഞത്. നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് 95,000 വോട്ടുകളാണ് ലഭിച്ചത്. ഇവരെല്ലാം മതതീവ്രവാദികളാണോ എന്നും അദ്ദേഹം ചോദിച്ചു. നിലമ്പൂരിൽ 29,000 വോട്ടുകൾ മാത്രമാണ് LDFന് ലഭിച്ചത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത LDF പ്രവർത്തകരും ഈ ഗണത്തിൽ പെടുമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് പിണറായി സർക്കാർ ക്രൂരത കാണിക്കുകയാണ്. പുതിയ നിബന്ധനകളിലൂടെ 7,000 രൂപ ഇൻസെന്റീവ് ലഭിച്ചെടുത്ത് ഇപ്പോൾ 3,500 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. സമരം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളായി കാണുന്ന മോദി സർക്കാരിന്റെ നിലപാട് തന്നെയാണ് പിണറായി സർക്കാരിനെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോടും സംസ്ഥാനത്തെ മുഴുവൻ ആശാപ്രവർത്തകരോടും സർക്കാർ വീണ്ടും ക്രൂരത കാണിക്കുകയാണ്. സമരം ആരംഭിച്ചപ്പോൾ ഇൻസെന്റീവ് കുറയുന്ന, ഓണറേറിയം കുറയുന്ന 10 നിബന്ധനകൾ പിൻവലിച്ചു എന്നാണ് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതിനുശേഷം പുതിയ നിബന്ധനകൾ വന്നപ്പോൾ ഈ 10 നിബന്ധനകൾ വേറെ തരത്തിൽ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് 3,500 രൂപ മാത്രമാണ് ഇൻസെൻറ്റീവ് കിട്ടിയിരിക്കുന്നത്. ഓണറേറിയം 7,000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 3,500 രൂപ മാത്രമാണ് ധാരാളം ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സ്കൂൾ തുറക്കുന്ന സമയമാണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ്.
ഒരു 3500 രൂപ മാത്രം, ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് മാസം 3500 രൂപ മാത്രം കൊടുക്കുക. ആശാ വർക്കർമാരെയും അവരുടെ കുടുംബത്തെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരമായ മനസ്സിൻ്റെ ഉടമകളാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത്. ക്രൂരതയാണ്. സമരം ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ ആശാ വർക്കർമാരോട് സർക്കാരിനെതിരെ സമരം ചെയ്താൽ അവർ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന മോഡി ഗവൺമെൻറ്റിൻ്റെ അതേ മനോഭാവമാണ് പിണറായി വിജയൻ. ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ, അതിന് പിന്തുണ നൽകുന്നു എന്നതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ ആശാ വർക്കർമാരോടും അവരുടെ കുടുംബത്തോടും കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കണം. PV അൻവർ വിഷയം അടഞ്ഞ അധ്യായമാണ്. ഇത് UDF ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. നിലമ്പൂരിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നും VD സതീശൻ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.